മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം.ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് അക്ഷര കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. എം.ടിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് ആയിരങ്ങൾ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ എം.പി. കെ മുരളീധരൻ. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായി മർദ്ദിച്ച്. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണം കവർന്നു. മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ച്. പാലപ്പിള്ളിയിൽ തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കാട്ടാന ആക്രമണത്തിൽ വാണിയമ്പാറ സ്വദേശി മരിച്ചു. തൃശൂർ അതിരൂപതയും പൌരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കരോൾ ഘോഷയാത്ര ബോൺനത്താലെ നഗരത്തിൽ വെള്ളിയാഴ്ച നടക്കും. 15,000-ഓളം പാപ്പമാർ നഗരം കീഴടക്കും. ബോൺനത്താലെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ M.T. വാസുദേവൻ നായർക്ക് അക്ഷര കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാവൂർ റോഡിലെ ശ്മശാനത്തിൽ നടന്നു. മൃതദേഹം ആശുപത്രിയിൽ നിന്ന് M.T.യുടെ വസതിയായ സിതാരയിലേക്ക് എത്തിച്ചത് മുതൽ ഉറ്റബന്ധുക്കളും സുഹൃത്തുക്കളും സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര പ്രവർത്തകരടക്കം ആയിരക്കണക്കിന് പേരാണ് എഴുത്തിന്റെ പെരുന്തച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കോഴിക്കോട്ടെ M.T.യുടെ വീട്ടിലെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ M.V. ഗോവിന്ദൻ, P.A. മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ, A.K. ശശീന്ദ്രൻ എന്നിവരും നടന്മാരായ മോഹൻലാൽ, വിനീത്, റഹ്മാൻ, M.T.യുടെ പ്രിയ സംവിധായകൻ ഹരിഹരൻ, സംവിധായകൻ കമൽ, M. മുകുന്ദൻ, സാറ ജോസഫ്, കൽപ്പറ്റ നാരായണൻ, അബ്ദുൾ സമദ് സമദാനി MP തുടങ്ങിയവരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. തന്റെ മൃതദേഹം എവിടെയും പൊതുദർശനത്തിന് വയ്ക്കരുതെന്നും വിലാപയാത്ര പാടില്ലെന്നും M.T. പറഞ്ഞുവച്ചിരുന്നു. M.T.യുടെ വിയോഗത്തെ തുടർന്ന് സംസ്ഥാനത്ത് 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നോവൽ, ചെറുകഥ, തിരക്കഥ, നാടകം, ബാലസാഹിത്യം, യാത്രാവിവരണം, ലേഖനം എന്നിങ്ങനെ എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച M.T. പത്രാധിപർ എന്ന നിലയിലും അതുല്യനായിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അനുശോചന യോഗവും ചേർന്നു. 7 പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട പറഞ്ഞത്. കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിൽ എത്തിയ പ്രതിഭാശാലിയായിരുന്നു M.T. മലയാളിയുടെ വികാരങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്പർശിച്ച M.T.യെപ്പോലെ മറ്റൊരു കലാകാരൻ മലയാളത്തിൽ ജനിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അക്ഷരങ്ങളുടെ മാന്ത്രികതയിലൂടെ മലയാളിയുടെ മനം കവർന്നാണ് M.T. ഓർമ്മയാകുന്നത്. മലയാളം പോലെ മലയാളിക്ക് പ്രിയപ്പെട്ടതാണ് M.T. എന്ന 2 അക്ഷരം. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന M.T. 4 തലമുറകൾ വായിച്ചിട്ടും തീരാത്ത അക്ഷരഖനിയാണ്. കഥാകൃത്ത്, നോവലിസ്റ്റ്, പത്രപ്രവർത്തകൻ, പത്രാധിപർ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ്, പ്രഭാഷകൻ, നാടകകൃത്ത്, നടൻ, ഗാനരചയിതാവ്, ബാലസാഹിത്യകാരൻ ഇങ്ങനെ പടർന്നു പന്തലിച്ച ആ സാഹിത്യ ജീവിതം കാലത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായിരുന്നു. ഞാൻ മാത്രമല്ല ലോകമെന്നും തന്റേതു മാത്രമല്ല കഥകളെന്നും തിരിച്ചറിഞ്ഞ സാഹിത്യത്തിന്റെ പല തലമുറകളെ വാർത്തെടുത്താണ് M.T. അരങ്ങൊഴിയുന്നത്. M.T.യുടെ വിയോഗത്തിന്റെ തീരാവേദനയിലാണ് മറ്റത്തൂരിലെ ഒരമ്മയും മകളും. അദ്ദേഹവുമായുള്ള ആത്മബന്ധത്തിന്റെ ഓർമ്മകളിലാണ് ഇന്നീ കുടുംബം. തന്നെ 3 വയസ്സുള്ളപ്പോൾ ആദ്യാക്ഷരം എഴുതിച്ച് അറിവിന്റെയും അക്ഷരങ്ങളുടെയും വാതായനം തുറന്നതെന്ന മഹാനായ എഴുത്തുകാരന്റെ വിയോഗം തീരാവേദനയായി മനസ്സിൽ നിറയുകയാണെന്ന് അവിട്ടപ്പള്ളി സ്വദേശിനിയും ഡൽഹിയിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ PG 1ാം വർഷ വിദ്യാർത്ഥിനിയുമായ ലക്ഷ്മി നന്ദന പറയുന്നു. ആദ്യാക്ഷരം എഴുതിച്ചത് M.T. സാറാണ്. എനിക്കറിയില്ല എനിക്കെങ്ങനെയാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത്. എൻ്റെ അച്ഛൻ വഴിയാണെന്നറിയാം. കൂടുതലൊന്നും എങ്ങനെയാണ് എന്താണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് തീരെ ചെറുതായിരുന്നുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. പക്ഷെ സാറിൻ്റെ മുഖം, അതുപോലെ തന്നെ സാർ എന്നെ എഴുതുന്ന സമയത്ത് ഞാൻ സാറിൻ്റെ മോതിരം ചോദിച്ചത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് എനിക്ക് ആ ഒരു നിമിഷത്തിൻ്റെ വില എന്താണെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. കാരണം
തീരെ ചെറുതായിരുന്നുകൊണ്ട്. പക്ഷെ പിന്നീട് വലുതാകും തോറും MT സാറിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും എല്ലാം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എത്ര വലിയ ഭാഗ്യമായിരുന്നു അതെന്ന് പിന്നീട് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കാറുണ്ട്. പരേതനായ കൊല്ലക്കാരൻ വീട്ടിൽ ശിവപ്രസാദ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ലക്ഷ്മി നന്ദന. MT എന്ന എഴുത്തുകാരന്റെ ആരാധകനും അദ്ദേഹത്തിന്റെ കൃതികളുടെ ആസ്വാദകനുമായിരുന്നു ലക്ഷ്മിയുടെ അച്ഛൻ. ഓരോ രചനയും വായിച്ചു കഴിഞ്ഞാൽ ശിവപ്രസാദ് ഫോണിൽ MTയെ വിളിച്ച് തൻ്റെ വായനാനുഭവം പങ്കുവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ആദ്യാക്ഷരം എഴുതിക്കാൻ MT അല്ലാതെ മറ്റൊരാളുടെ പേര് ശിവപ്രസാദിന്റെ മനസ്സിൽ തെളിഞ്ഞില്ല. 2006 ലക്ഷ്മിയെ തിരൂർ തുഞ്ചൻ പറമ്പിലേക്ക് എഴുത്തിരുത്തലിനായി കൊണ്ടുപോയത്. അതിന് 2 ദിവസം മുൻപേ MTയെ വിളിച്ച് തൻ്റെ മകളെ ആദ്യാക്ഷരം എഴുതിക്കണമെന്ന ആവശ്യം ശിവപ്രസാദ് അറിയിച്ചിരുന്നു. എന്നാൽ മകളെ MTയുടെ മുന്നിൽ എത്തിക്കും മുൻപേ എഴുത്തിനിരുത്തൽ ചടങ്ങ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള അധികൃതരുടെ അനൗൺസ്മെന്റ് മുഴങ്ങിയത് ശിവപ്രസാദിനെയും ഭാര്യയെയും നിരാശപ്പെടുത്തി. കൊടകരയിൽ നിന്ന് ശിവപ്രസാദ് മകളുമായി എഴുത്തിനിരുത്തലിനെത്തുമെന്നും അതു കഴിഞ്ഞേ താൻ മടങ്ങുകയുള്ളൂവെന്നും സംഘാടകരോട് MT പറഞ്ഞതോടെ അധികൃതർ പ്രത്യേകം അനൗൺസ്മെന്റ് നടത്തി ശിവപ്രസാദിനെയും കുടുംബത്തെയും MTയുടെ മുന്നിലെത്തിക്കുകയായിരുന്നു. എഴുത്തിനിരുത്തലിന് ശേഷം അന്ന് MT കയ്യൊപ്പിട്ട് സമ്മാനിച്ച പുസ്തകം ഇന്നും നിധി പോലെ ലക്ഷ്മി നന്ദന സൂക്ഷിക്കുന്നു. എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ബന്ധത്തിനും അപ്പുറം ഗുരുവും ശിഷ്യനും എന്ന തരത്തിലുള്ള വാത്സല്യം കലർന്ന ബന്ധമായിരുന്നു ശിവപ്രസാദും MTയും തമ്മിലെന്ന് ബിന്ദു ഓർമ്മിക്കുന്നു. വളരെ സൗമ്യമായിട്ട് തന്നെ സംസാരിക്കാറുണ്ട്. വായിച്ച പുസ്തകം MTയുടെ കാലം, അതേപോലെ തന്നെ അസുരവിത്ത്, മഞ്ഞ്, രണ്ടാമൂഴം, ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളാണ് രണ്ടാമൂഴവും അതുപോലെ തന്നെ കാലവും. പിന്നെ അതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പ്രസാദ് സാറിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഫോൺ ഞങ്ങളുടെ അടുത്ത് തരും. ഞാനും മോളും സംസാരിക്കാറുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഞങ്ങളോട് സംസാരിക്കാറുണ്ട്. മോളെ എഴുത്തിനിരുത്തി പോരണ സമയത്ത്, തിരിച്ചു വരണ സമയത്ത് അവൾക്ക് സ്നേഹത്തോടു കൂടി ഒരു പുസ്തകം MT സാർ സൈൻ ചെയ്ത് തരികയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മോൾക്ക് ഒരു പുസ്തകം ആൾ സൈൻ ചെയ്ത് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മോളോട് സംസാരിച്ച് കഴിയുമ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം, അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടും ഒരു പുസ്തകം കൂടെ മോൾക്ക് സൈൻ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പുതിയ പുസ്തകത്തിന്റെ കോപ്പി സ്നേഹസമ്മാനമായി മകൾ ലക്ഷ്മിക്ക് MT തപാൽ വഴി അയച്ചു കൊടുത്തതും ബിന്ദു ഓർത്തെടുക്കുന്നു. അതുല്യനായ എഴുത്തുകാരന്റെ വേർപാടുണ്ടാക്കിയ ദുഃഖം മഞ്ഞുപോലെ മനസ്സിൽ എക്കാലവും ഘനീഭവിച്ചു കിടക്കുമെന്ന് ബിന്ദു പറയുന്നു. TCV കൊടകര. എഴുത്തുകാരനും ജ്ഞാനപീഠ നേതാവുമായ MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിനു മുൻപിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. MT എന്ന രണ്ടക്ഷരത്തിലൂടെ വിശ്വസാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിന് ഇടം നേടിക്കൊടുത്ത മഹാസാഹിത്യകാരനാണ് MT വാസുദേവൻ നായരെന്ന് MTയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒട്ടനവധി കൃതികളും സിനിമകളും MT നമുക്ക് സമ്മാനിച്ചുവെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. അർഹതയുണ്ടായിട്ടും അംഗീകാരം നേടാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കഥാപാത്രത്തെയെങ്കിലും MTയുടെ ഓരോ കൃതിയിലും കാണാൻ കഴിയുമെന്ന് അധ്യക്ഷത വഹിച്ച മുൻ MLA TV ചന്ദ്രമോഹൻ പറഞ്ഞു. ഭരണാധികാരികളെ പോലും തന്റെ പക്കലേക്ക് ആകർഷിച്ച് സാഹിത്യകാരന്റെ അഭിമാനമുയർത്തിയ എഴുത്തുകാരനും തിരക്കഥാകൃത്തും പത്രാധിപരുമൊക്കെയായിരുന്നു MT എന്നും TV ചന്ദ്രമോഹൻ വിശേഷിപ്പിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സേതുമാധവൻ, ഗാന്ധി നെഹ്റു കൾച്ചറൽ റിസർച്ച് ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, ഡോക്ടർ അജിതൻ മേനോത്ത്, PL ജോമി, അനിൽ സാമ്രാട്ട് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ VA വർഗീസ്, രാമചന്ദ്രൻ പുതൂർക്കര, ബേബി മൂക്കൻ, AM ജെയ്സൺ, K രാമനാഥൻ, അബി വർഗീസ്, വിനീഷ് തയ്യിൽ, ഡോക്ടർ മനോജ് പുഷ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി കേരളവർമ്മ ലൈബ്രറിയിൽ MT അനുസ്മരണം നടന്നു. ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. MTയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായ ലൈബ്രറിയാണ് ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി. MTക്കും ലൈബ്രറിക്കും ഒരേ പ്രായമാണ്. പ്ലാറ്റിനം ജൂബിലി വേളയിൽ ലൈബ്രറി MTക്ക് ആചാര്യദക്ഷിണയായി നൽകിയ പണക്കിഴി ഇന്നും MTയുടെ വീട്ടിലുണ്ട്. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച റാലി ആർച്ച് പ്രീസ്റ്റ് ഡേവിസ് കണ്ണമ്പുഴ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരം ചുറ്റിയതിനു ശേഷം ചാവക്കാട് വസന്തം കോർണറിൽ റാലി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡോക്ടർ ജോളി കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തോമസ് ചിറമൽ, ജോഷി കൊമ്പൻ, ഇടവക ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, PI ഹൈസൺ, പ്രതിനിധി യോഗം സെക്രട്ടറി ബിനു താണിക്കൽ, തീർത്ഥകേന്ദ്രം സെക്രട്ടറി ബിജു മുട്ടത്ത്, PI ലാസർ, സേവ്യർ വാഗയിൽ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി.
ഇതുവരെ ഇത് ചെയ്യാറില്ല, ഒരിടത്തുമില്ല. അപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അല്ല, അത് നിർബന്ധമായിട്ട് ചെയ്യണം. ഇതെല്ലാം അവർ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് അവരുടെ അരികിലേക്ക് വരുന്നു. ഇവരെല്ലാവരും പാലയൂർ പള്ളിയിലെ ക്രിസ്മസ് ആഘോഷം പോലീസ് തടഞ്ഞ സംഭവം സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തണമെന്ന് മുൻ MP കെ മുരളീധരൻ. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും അവിടെ നടന്ന പ്രവൃത്തികൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചവരുടെ സർക്കാരാണ് ഇവിടെ ഈ രീതിയിൽ നടത്തിയതെന്ന് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ്, UDF ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ അബ്ദുൾ റഹീം, കൺവീനർ KV ഷാനവാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, തോമസ് ചിറമൽ, AS സരൂഖ്, ഉമ്മർ മുക്കണ്ടത്ത് തുടങ്ങിയവർ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്മസിന് എല്ലാ സ്ഥലത്തും ആഘോഷം ഉണ്ടാകുന്ന കാര്യം എല്ലാ മതക്കാർക്കും. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ഇവ രാത്രി ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ഹിന്ദു മതത്തിലെ ഉത്സവങ്ങളൊക്കെ രാത്രി കാലം നടക്കാം. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നതാണ് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. മാത്രമല്ല, ഈ ഇത്തവണത്തെ 2-3 സംഭവം ഇപ്പോൾ നല്ലേപ്പള്ളിയിലും അതുപോലെ തന്നെ തത്തമംഗലത്തും ഉണ്ടായ വിദ്യാർത്ഥികളെ ക്രിസ്മസ് കരോളെ ആക്രമിച്ച സംഭവം, പുൽക്കൂട് തകർത്ത സംഭവം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇവിടെ ഈ കൃത്യം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഈ കൃത്യം നിർവഹിച്ചു. അതിപ്പോൾ നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തൊക്കെ കോൺഗ്രസും CPM-ഉമാണ് ഈ നിലപാടിനെതിരായിട്ട് സംയുക്തമായിട്ട് കരോള് സംഘടിപ്പിച്ചു. ആ കരോള് അവിടെയൊക്കെ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരുടെ ഗവൺമെൻറ് ഇവിടെ എന്താണ് ഇങ്ങനെ നിലപാടെടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2-3 സംഭവങ്ങൾ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പൊലിമ കെടുത്താൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കും. കൊടകരയിൽ വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വട്ടേക്കാട് മര്യാദമൂലയിലാണ് സംഭവം. വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ 32 വയസ്സുള്ള സുജിത്ത്, സമീപവാസി മഠത്തിക്കാടൻ സജീവന്റെ മകൻ 22 വയസ്സുള്ള അഭിഷേക് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുജിത്തും കൊല്ലപ്പെട്ട അഭിഷേകിന്റെ സുഹൃത്ത് വിവേകും തമ്മിലുള്ള മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. മരിച്ച അഭിഷേക് ഉൾപ്പെടെ 3 പേരടങ്ങിയ സംഘം അർദ്ധരാത്രിയോടെ സുജിത്തിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പരസ്പരമുള്ള ആക്രമണത്തിലാണ് സുജിത്തും അഭിഷേകും കൊല്ലപ്പെട്ടത്. അഭിഷേകിനോടൊപ്പം ഉണ്ടായിരുന്ന വിവേകിനെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 4 വർഷം മുമ്പ് ക്രിസ്മസിന് വിവേകിനെ സുജിത്ത് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് വീടുകയറി ആക്രമണം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിനു ശേഷം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി സംസ്കരിച്ചു. സുജിത്തിന്റെ മൃതദേഹം പോട്ട ക്രിമിറ്റോറിയത്തിലും അഭിഷേകിന്റെ മൃതദേഹം വട്ടേക്കാടുള്ള വീട്ടുവളപ്പിലുമാണ് സംസ്കരിച്ചത്. റൂറൽ SP നവനീത് ശർമ്മ, ചാലക്കുടി DYSP K സുരേഷ്, കൊടകര CI PK ദാസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പ്രദേശത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തി ഭാരതപ്പുഴയിൽ തള്ളിയ സംഭവത്തിൽ നടന്നത് ക്രൂരമർദ്ദനമെന്ന് പോലീസ്. കഞ്ചാവ് മാഫിയകൾ തമ്മിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയെല്ല് പൊട്ടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടിക്കാട്ടിരി സ്വദേശി റജീബ്, പുതുശ്ശേരി സ്വദേശി സുബൈർ, ചെറുതുരുത്തി സ്വദേശി അഷ്റഫ്, പുതുശ്ശേരി സ്വദേശി അബ്ദുൽ ഷഹീർ, പുതുശ്ശേരി സ്വദേശി മുഹമ്മദ് ഷാഫി, വെട്ടിക്കാട്ടിരി സ്വദേശി ഷെജീർ എന്നിവരെ ചെറുതുരുത്തി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. സൈനുൽ ആബിദ് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണ്. വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കഞ്ചാവ് കേസുമായി ജയിലിൽ കിടക്കുമ്പോഴാണ് പ്രതികളിൽ ഒരാളായ റജീബുമായി പരിചയപ്പെടുന്നത്. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ സൈനുൽ ആബിദ് റജീബിന്റെ വീട്ടിൽ നിന്ന് വില കൂടിയ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഈ സാധനങ്ങൾ നിരവധി തവണ തിരികെ ചോദിച്ചിട്ടും നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച, 30 പവൻ സ്വർണം മോഷണം പോയി. കുന്നംകുളം തൃശൂർ റോഡിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ താമസിക്കുന്ന കാർത്തികിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീട്ടിലെ താഴത്തെ മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവനോളം സ്വർണമാണ് നഷ്ടപ്പെട്ടത്.
കാർത്തിക്കിന്റെ അമ്മ പ്രീത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവർ താഴത്തെ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മോഷണ വിവരം അറിഞ്ഞില്ല. ബന്ധുവീട്ടിൽ പോയിരുന്ന കാർത്തിക് വ്യാഴാഴ്ച വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മുറികളിലുണ്ടായിരുന്ന അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ്. തൃശൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലപ്പിള്ളി തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. പുതുക്കാട് റബ്ബർ തോട്ടത്തിൽ ഇറങ്ങിയ പുലിയുടെ മുന്നിൽപ്പെട്ട തോട്ടം തൊഴിലാളികൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്കാണ് തോട്ടത്തിൽ പുലിയിറങ്ങിയത്. തൊഴിലാളികളായ ചുങ്കൻ വീട്ടിൽ ജോസ്, ഭാര്യ സോളി, പണിക്ക് വളപ്പിൽ ബിനീഷ്, ഭാര്യ പ്രിയ എന്നിവരാണ് പുലിയെ കണ്ട് ഭയന്നോടിയത്. തുടർച്ചയായി 3-ാം ദിവസമാണ് പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. 2 ദിവസം മുൻപ് തൊഴിലാളികളുടെ പാടിക്ക് പുറകിൽ നിന്നിരുന്ന പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. തൊട്ടടുത്ത ദിവസം രാത്രിയിൽ റോഡ് മുറിച്ചു കടന്ന പുലിയെ ബൈക്ക് യാത്രികൻ കണ്ടിരുന്നു. കവരംപിള്ളി, പിള്ളത്തോട് പ്രദേശത്തും നാട്ടുകാർ പുലിയെ കണ്ടതായി പറയുന്നു. പകൽ സമയത്ത് തോട്ടത്തിൽ പുലിയെ കണ്ടതോടെ തൊഴിലാളികൾ ഏറെ ഭീതിയിലാണ്. എത്രയും വേഗം പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പറമ്പിക്കുളം പ്ലാന്റേഷനിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു. വഴുക്കുംപാറ കുന്നുംപുറം സ്വദേശി ചിറ്റേക്കാട്ടിൽ 65 വയസ്സുള്ള മാധവനാണ് മരിച്ചത്. തോട്ടം തൊഴിലാളിയായ മാധവൻ സുഹൃത്തുക്കളോടൊപ്പം പോകുമ്പോഴായിരുന്നു കാട്ടാന ആക്രമണം. കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. റോഡിലിറങ്ങിയ കാട്ടാനയുടെ മുന്നിൽ സധൈര്യം നിലയുറപ്പിച്ച അതിരപ്പിള്ളി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദിന് റൂറൽ ജില്ലാ എസ്പിയുടെ അനുമോദനം. ഇരിങ്ങാലക്കുട ഓഫീസിൽ വെച്ച് ACP നവനീത് ശർമ്മ സർട്ടിഫിക്കറ്റ് സീനിയർ CPO മുഹമ്മദിന് കൈമാറി. അതിരപ്പള്ളി സ്റ്റേഷന് തൊട്ടടുത്ത പറമ്പിൽ നിന്നും ഇറങ്ങിവന്ന ഏഴാറ്റുമുഖം ഗണപതി റോഡിൽ കിടന്ന വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞപ്പോൾ ചൂണ്ടുവിരലിലെ ആജ്ഞയുമായി മുഹമ്മദ് വട്ടം നിൽക്കുന്നതും ഇതോടെ ആന വഴിമാറുകയും ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. 15,000 ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ നത്താലെ ക്രിസ്മസ് കരോൾ ഘോഷയാത്ര തൃശൂർ നഗരത്തിൽ വെള്ളിയാഴ്ച നടക്കും. തൃശൂർ അതിരൂപതയും പൌരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കരോൾ ഘോഷയാത്രയിൽ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നുള്ള പാപ്പമാർ ബോൺ നത്താലയുടെ ഭാഗമാകും. വൈകിട്ട് 5-ന് തൃശൂർ സെന്റ് തോമസ് കോളേജ് പരിസരത്ത് നിന്നാണ് ബോൺ നത്താലെ കരോൾ ഘോഷയാത്ര ആരംഭിക്കുക. 21 നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. 60 അടി നീളമുള്ള ചലിക്കുന്ന LED ഏദൻ തോട്ടം ദൃശ്യവിസ്മയമാകും. ബോൺ നത്താലയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ ഡ്രോൺ ഉപയോഗത്തിന് നിയന്ത്രണമുണ്ട്. ബോൺ നത്താലെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. സ്വരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു. സജീവ കക്ഷി രാഷ്ട്രീയത്തിന് പുറത്തുനിന്നുള്ളവരെ ഗവർണർ പദവിയിൽ നിയോഗിക്കുന്നത് സംസ്ഥാനങ്ങളും ഗവർണർമാരും തമ്മിലുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ സഹായകരമാകുമെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം പറഞ്ഞു. കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ആമ്പല്ലൂരിൽ നടന്ന ആത്മീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന് അഭിമാനമായ എത്രയോ പ്രതിഭകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത്തരക്കാരെ ഇത്തരം ഭരണഘടനാ പദവികളിലേക്ക് പരിഗണിക്കുന്നത് രാജ്യത്തിന്റെ യശസ്സുയർത്തും. കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നുള്ളവരെ തന്നെ നിയമിക്കണം എന്ന് ഭരണഘടനയിൽ ഇല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്ത ജില്ലാ സെക്രട്ടറി PSK മൊയ്തു ഭാഗവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അഴീക്കോട് മത്സ്യബന്ധന വള്ളം കടലിൽ മുങ്ങി. അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികളെ മറ്റൊരു വള്ളത്തിലെ തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. കരയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയായിരുന്നു സംഭവം. ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ദുൽഖർ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മത്സ്യവുമായി കരയിലേക്ക് വന്നിരുന്ന കാരിയർ വെള്ളം പൂർണ്ണമായും മുങ്ങിത്താഴുകയായിരുന്നു. നീന്തൽ അറിയാത്ത 2 തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലായ സമയം അതുവഴി വന്ന സംസം എന്ന വള്ളത്തിലെ തൊഴിലാളികളാണ് ഇരുവരെയും രക്ഷപ്പെടുത്തിയത്. പള്ളിയിലും തൃത്തല്ലൂരും വാഹനാപകടങ്ങളിൽ 9 പേർക്ക് പരിക്കേറ്റു. വാടാനപ്പള്ളി മരണവളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മണലൂർ സ്വദേശി കിടങ്ങൻ വീട്ടിൽ ആൽബിനാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
തൃത്തല്ലൂർ KT ഐസ് പ്ലാന്റിന് സമീപം കാറും ടെമ്പോയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 8 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ഒറ്റപ്പാലം സ്വദേശികളായ കട്ടായൽ വീട്ടിൽ ഷറഫുദ്ദീൻ, ഭാര്യ ആമിന, അഷ്കർ അലി, മകൻ മുഹമ്മദ് അമൽ, ഓട്ടോറിക്ഷ ഡ്രൈവർ ഏങ്ങണ്ടിയൂർ ചന്തപ്പടി സ്വദേശി പുതിയ വീട്ടിൽ സിയാഹുൽ, ടെമ്പോ യാത്രക്കാരായ ഇടുക്കി സ്വദേശികളായ സജി, റോബിൻസ്, സാജൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത മണലിയിൽ 15 അടി താഴ്ചയിലേക്ക് കാർ മറിഞ്ഞു. യാത്രക്കാർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മടവാക്കര റോഡിലേക്ക് തിരിയുകയായിരുന്ന കാറിന്റെ പുറകിൽ മറ്റൊരു കാർ ഇടിച്ചതിനെ തുടർന്നാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാറിൽ 2 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. വാഹനം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. എടമുട്ടം പാലപ്പെട്ടി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 പേർക്ക് പരിക്ക്. പാലപ്പെട്ടി പടിഞ്ഞാറേ വളവിന് സമീപം സ്കൂട്ടർ സൈക്കിളിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് ഓട്ടോയിലിടിച്ചായിരുന്നു അപകടം. സ്കൂട്ടർ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. സൈക്കിൾ യാത്രക്കാരനായ ചാമക്കാല സ്വദേശി പെരിങ്ങാട്ട് ശശിധരൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിമ്പ്രം സ്വദേശി പുതിയ വീട്ടിൽ അബ്ദുൾ മനാഫ്, ചെന്ത്രാപ്പിന്നി സ്വദേശി പണിക്കപ്പറമ്പിൽ സുസ്മിത, മതിലകം സ്വദേശി കാരയിൽ പ്രണവ്, വെമ്പലൂർ സ്വദേശി മനയത്ത് രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അതിരപ്പിള്ളി തുമ്പൂർ മുഴിയിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് വീട്ടുപറമ്പിലേക്ക് പാഞ്ഞു കയറി. ഡ്രൈവർ വെറ്റിലപ്പാറ സ്വദേശി അഖിലിന് നിസാര പരിക്കേറ്റു. വെറ്റിലപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവം നടക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായി. കലാമത്സരങ്ങൾ തൃശൂരിലെ വിവിധ വേദികളിലും കായിക മത്സരങ്ങൾ കുന്നംകുളത്തുമാണ് നടത്തുന്നത്. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. അഴീക്കോട് മുനിക്കൽ മുസ്രിസ് ബീച്ച് ഫെസ്റ്റിവലിനിടെ 6 വയസ്സുകാരന്റെ നൃത്തം വൈറലാകുന്നു. ET ടൈസൺ MLA ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച വീഡിയോ ഇതിനകം കണ്ടത് 10 ലക്ഷത്തിലധികം പേർ. ശ്രീനാരായണപുരം വെമ്പല്ലൂർ സ്വദേശി വിനു ദീപി ദമ്പതികളുടെ മകനായ ശ്രാവണിന്റെ നൃത്തമാണ് വൈറലായത്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ബീച്ച് ഫെസ്റ്റിവലിനെത്തിയ കുട്ടിയാണ് പാട്ടിനൊപ്പം നൃത്തം വെച്ചത്. ഡാൻസ് കണ്ടതോടെ ബീച്ചിലെത്തിയവരെല്ലാം കുട്ടിയുടെ ചുറ്റും കൂടി. ET ടൈസൺ MLA ഉൾപ്പെടെയുള്ളവർ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനെത്തി. MLAയുടെ സ്റ്റാഫ് ഷമീർ പതിയാശ്ശേരി മൊബൈൽ ഫോണിൽ പകർത്തിയ വീഡിയോയാണ് MLA ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. നൃത്തം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ കുട്ടി താരമായി. അടുത്ത ദിവസം ബീച്ച് ഫെസ്റ്റിവൽ വേദിയിലേക്ക് ശ്രാവണിനെ MLA ക്ഷണിച്ചിട്ടുണ്ട്. വെമ്പല്ലൂർ MES സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ് ശ്രാവൺ. TCV ന്യൂസ്, കയ്പമംഗലം. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ ചുടലഭദ്രയുടെ കളിയാട്ടം നടന്നു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെയാണ് കളിയാട്ടം സംഘടിപ്പിച്ചത്. തിരുവില്ലാമല ഐവർമഠം പൈതൃക സംസ്കാര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചുടലഭദ്രകാളി തെയ്യം, പൊട്ടൻ തെയ്യം, വിഷ്ണുമൂർത്തി തെയ്യം എന്നിവ കണ്ണൂർ അനീഷ് പെരുമലയുടെ നേതൃത്വത്തിൽ അരങ്ങേറി. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയൻ, രമേശ് കോരപ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ ഈശ്വരതയെക്കുറിച്ച് സമൂഹം മൗനം പാലിക്കുകയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ.
SNDP യോഗം മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശ്വശാന്തി ഹോമത്തിന്റെയും ഹോമമന്ത്ര ശതാബ്ദി സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം അധ്യക്ഷത വഹിച്ചു. SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പ്രീതി നടേശൻ, ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ, യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ, യോഗം വനിതാ സംഘം സെക്രട്ടറി സംഗീത വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബ്രാഹ്മണ സഭ ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ 50 വർഷം പൂർത്തിയാക്കിയ 130 ദമ്പതികളെ ആദരിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജ് S. ഈശ്വരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭ ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി GK പ്രകാശ്, കോർഡിനേറ്റർ TS വിശ്വനാഥയ്യർ, ജില്ലാ സെക്രട്ടറി D. മൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. കാലപ്പഴക്കത്തിന് മായ്ക്കാൻ കഴിയാത്ത സൌഹൃദത്തിന്റെ കഥ പറയുകയാണ് 44 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കണ്ടുമുട്ടിയ 2 സുഹൃത്തുക്കൾ. 1979 മുതൽ 84 വരെ ഖത്തറിൽ അയൽവാസികളായിരുന്ന കൊടുങ്ങല്ലൂർ യൂബസാർ സ്വദേശി അസീസും കോഴിക്കോട് മുഴിക്കൽ സ്വദേശി ഉമ്മർ കോയയും 4 പതിറ്റാണ്ട് നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് വീണ്ടും കണ്ടുമുട്ടിയത്. ഉറ്റ ചങ്ങാതിമാരായ ഇവർ 1984 യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. പിന്നീട് കുറച്ചുകാലം കത്തുമുഖേന ബന്ധം നിലനിന്നുവെങ്കിലും മേൽവിലാസം മാറിയതോടെ പരസ്പരം ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. അയച്ച കത്തുകളൊക്കെ ലക്ഷ്യം തെറ്റി. ഇതോടെ അസീസ് ഉമ്മർ കോയയെ തിരഞ്ഞ് കോഴിക്കോട്ടേക്ക് പോയി. പക്ഷേ അറിയുന്നിടങ്ങളിലൊന്നും സുഹൃത്തിനെ കണ്ടെത്താനായില്ല. ഉമ്മർ കോയയും ചങ്ങാതിയെ കണ്ടെത്താൻ പരമാവധി ശ്രമിച്ചിരുന്നു. ഇനിയൊരിക്കലും പരസ്പരം കാണില്ലെന്ന് കരുതിയ സമയത്താണ് സൗഹൃദ കഥയിൽ വഴിത്തിരിവുണ്ടായത്. 4 വർഷത്തോടർച്ചയായിട്ട് ഞങ്ങൾ തമ്മിൽ വളരെയധികം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് എൻ്റെ ജോലി വേറെ ദുബായിലേക്ക് മാറിയപ്പോൾ ഞാൻ അങ്ങനെ ഇയാളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു. പിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല, പല സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച്. അതിനിടയിൽ ഇദ്ദേഹം അവിടെ നിന്നും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോന്നു. അതിനുശേഷം ഇദ്ദേഹം സൗദിയിലായിരുന്നു പിന്നെ ജോലി ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ദുബായിലും ജോലി ചെയ്ത്. പിന്നീട് ഞാൻ 90-ൽ തിരിച്ച് ഞാൻ ഖത്തറിൽ വരുമ്പോൾ അന്വേഷിച്ചപ്പോഴും ഇല്ല. അങ്ങനെ നാടുമായിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയെങ്കിലും എനിക്ക് ഇയാളായിട്ട് ബന്ധപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത് കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ് ഞാൻ. സൗദി അറേബ്യയിൽ ജോലി ചെയ്തിരുന്ന സാമൂഹിക പ്രവർത്തകനായ കൊടുങ്ങല്ലൂർ സ്വദേശി ഷജീർ പ്രവാസം മതിയാക്കി മടങ്ങുന്ന സമയത്താണ് സുഹൃത്തായ കോഴിക്കോട് സ്വദേശി ഇർജാസ് ഒരു ആഗ്രഹം പങ്കിട്ടത്. തന്റെ പിതാവായ ഉമ്മർകോയുടെ സുഹൃത്ത് കൊടുങ്ങല്ലൂരിലുണ്ടെന്നും അദ്ദേഹത്തെ കണ്ടെത്താൻ സഹായിക്കണമെന്നുമായിരുന്നു ഇർജാസിന്റെ ആവശ്യം. നാട്ടിലെത്തിയ ഷജീർ ആഴ്ചകളോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അസീസിനെ കണ്ടെത്തിയതോടെ 44 വർഷം നീണ്ട സൗഹൃദത്തിന്റെ കാത്തിരിപ്പിന് വിരാമമായി. 4 പതിറ്റാണ്ടിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം അവർ നേരിൽ കണ്ടുമുട്ടി. കുടുംബസമേതം ഉമ്മർകോയ അസീസിന്റെ വീട്ടിലെത്തി. യൗവനകാലത്ത് വേർപിരിഞ്ഞ സുഹൃത്തുക്കൾ വാർദ്ധക്യത്തിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച് കുടുംബാംഗങ്ങളും ആ പുനഃസമാഗമത്തെ മധുരതരമാക്കി. അദ്ദേഹത്തിന് കണ്ടുമുട്ടണം, അദ്ദേഹത്തിന് മുന്നേ ശരിക്കും നേരിട്ട് കണ്ടുമുട്ടണം എന്നുള്ള വിചാരം വന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ ഫോൺ നമ്പർ ശേഖരിച്ച് അങ്ങനെ ഫോൺ നമ്പർ മുഖാന്തരം ബന്ധപ്പെട്ടപ്പോൾ മുമ്പൊരു സുഖമില്ല എന്നുള്ള ഒരു വാർത്ത കേട്ട്. അപ്പം പിന്നെ ഈ സുഖമില്ലാത്ത സമയത്തൊന്ന് പോയി കാണാമെന്ന് വെച്ച്. അപ്പം പറഞ്ഞ് ഇല്ല, സുഖമില്ലാത്ത സമയത്ത് വരണം, എനിക്ക് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ ഇവിടെ ഒരു ദിവസം എനിക്ക് സുഖമായതിന് ശേഷം ഇവിടെ വന്ന് താമസിക്കുക, അപ്പം എനിക്ക് നല്ല സംസാരിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവില്ല, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലോ. അപ്പം വന്നാൽ മതി എന്ന് പറഞ്ഞ്. ഇതിലും വലിയൊരു സന്തോഷം ഇനിയിപ്പോൾ എവിടെയാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നാലും ഇതൊരു സർപ്രൈസായിട്ട് പഠിച്ചവനൊരു അനുഗ്രഹം തന്നെയാണ് ഇത് എന്ന് പറയാൻ. അതിൻ്റെ മുഖ്യ കാരണക്കാണ് ജസീർക്കാണ് ഇവിടുത്തെ. ജസീർക്ക അന്വേഷിച്ച് 2-3 പ്രാവശ്യം അന്വേഷിച്ചിട്ട് അവസാനം ഇവിടെ വന്നിട്ട് രായിക്കണ്ടി എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടുന്ന് ബാങ്കിൽ ഒരാൾ പറഞ്ഞതാണ് രായിക്കണ്ടില്ല, രായ്മരക്കാരനാണ് അസീസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ വന്ന് അന്വേഷിച്ചിട്ട് കിട്ടിയ ആളാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഇന്തോ കൊറിയൻ ആർട്ട് എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി മാളയിൽ നടക്കുന്ന ചിത്രകലാ ക്യാമ്പിലെ അംഗങ്ങൾ കേരളത്തിന്റെ തനത് കലകൾ കണ്ടാസ്വദിക്കാൻ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിലെത്തി. കരിന്തലക്കൂട്ടം നാടൻപാട്ട് സംഘത്തിന്റെ ചടുലതാളത്തിനൊപ്പം കൊറിയൻ കലാകാരന്മാരും കലാകാരികളും ചുവടുകൾ വെച്ച് നൃത്തം ചെയ്തു. വായ്ത്താരികൾ ഏറ്റുചൊല്ലി കൊറിയൻ കലാകാരന്മാരുടെ പാട്ടിന് കരിന്തലക്കൂട്ടത്തിന്റെ താളവാദ്യങ്ങൾ അകമ്പടിയായി. ഉണ്ണികൃഷ്ണൻ പാക്കനാരുടെ മുളവാദ്യങ്ങളുടെ പ്രകടനം കൊറിയൻ കലാകാരന്മാരിൽ കൗതുകമുണർത്തി.
മണ്ഡലകാല ചടങ്ങുകൾക്ക് പരിസമാപ്തി കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കളഭാട്ടം നടന്നു. കളഭാട്ടത്തിൽ ആറാടിയ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഭക്തസഹസ്രങ്ങളെത്തി. കീഴ്ശാന്തി നമ്പൂതിരിമാർ പ്രത്യേകം തയ്യാറാക്കി കുംഭത്തിലാക്കിയ കളഭം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂജിച്ച് ചൈതന്യപൂരിതമാക്കി. ഉച്ചപൂജയ്ക്ക് മുമ്പ് ആദ്യം ഗുരുവായൂരപ്പന് നവകാഭിഷേകം നടത്തി. തുടർന്നായിരുന്നു കളഭാഭിഷേകം. പൂജിച്ച കളഭം തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മന്ത്രപുരസരം ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്നുള്ള നാരായണനാമ സങ്കീർത്തനങ്ങൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ചടങ്ങ്. കോഴിക്കോട് സാമൂതിരിയുടെ വക വഴിപാടായാണ് കളഭാഭിഷേകം നടക്കുന്നത്. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പന് വെള്ളിയാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. ഭഗവാൻ ആറാടിയ കളഭം പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. കളഭാട്ടത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കും ഉണ്ടായിരുന്നു. പത്താമുദയ ദിനത്തിൽ തൃശൂർ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം ലക്ഷം ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. തിരുവമ്പാടി പാർമേക്കാവ് ദേവസ്വങ്ങളുടെ സംയുക്ത സമർപ്പണമായിട്ടാണ് വടക്കുംനാഥ സന്നിധിയിൽ ലക്ഷം ദീപങ്ങൾ തെളിയിച്ചത്. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇരു ദേവസ്വങ്ങളും ചേർന്ന് പ്രത്യേക സമർപ്പണമായി ലക്ഷദീപം നടത്തിയത്. വടക്കുംനാഥ ക്ഷേത്രം മേൽശാന്തി കണിമംഗലം രാമൻ നമ്പൂതിരി ആദ്യതിരിയിൽ ദീപം തെളിയിച്ചു. തുടർന്ന് ദേവസ്വം ഭാരവാഹികളും പൂരം ഉത്സവ സംഘാടകരും പൂരപ്രേമികളും ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രം ചുറ്റുവിളക്കുകളിലും കൽവിളക്കുകളിലും മറ്റുമായി ദീപം തെളിയിച്ചു. പാർമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പി ശശിധരൻ, പൂരം എക്സിബിഷൻ സംഘാടക സമിതി പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, സെക്രട്ടറി എം രവികുമാർ, രാമകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട്ടുകിണറ്റിൽ വീണ യുവതിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. പൊന്നൂക്കര നേതാജി നഗർ സ്വദേശി മഠത്തിപ്പറമ്പിൽ വീട്ടിൽ ആതിരയാണ് കിണറ്റിൽ വീണത്. ശബ്ദം കേട്ടെത്തിയ വീട്ടുകാർ ഇട്ടു നൽകിയ കയറിൽ ആതിര പിടിച്ചു നിൽക്കുകയായിരുന്നു. പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സാണ് ആതിരയെ രക്ഷപ്പെടുത്തിയത്. നിസ്സാര പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സീനിയർ റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത്, റെസ്ക്യൂ ഓഫീസർമാരായ സബീഖ്, അമൽജിത്ത്, ശ്രീജിത്ത്, ശരത് പ്രസാദ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നെടുമ്പാളിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. മലപ്പുറം സ്വദേശി നടുംപള്ളി വീട്ടിൽ അപ്പുവിന്റെ മകൻ 34 വയസ്സുള്ള ജിതേഷാണ് മരിച്ചത്. നെടുമ്പാൾ ചേന്നംകുളത്തിൽ കുളിക്കുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുളത്തിന്റെ മറുകരയിൽ 3 സുഹൃത്തുക്കൾ ചൂണ്ടയിടുന്നതിനിടെയാണ് ജിതേഷ് കുളിക്കാനെത്തിയത്. നീന്തൽ അറിയാത്ത സുഹൃത്തുക്കൾ ജിതേഷിനോട് കുളത്തിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെ കുളത്തിലേക്ക് ചാടിയ ജിതേഷ് മുങ്ങിത്താഴുന്നത് കണ്ട കൂട്ടുകാർ സമീപവാസികളെ വിവരം അറിയിച്ചു. നാട്ടുകാർ ജിതേഷിനെ പുറത്തെടുത്ത് പറപ്പൂക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെടുമ്പാളിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കെത്തിയതായിരുന്നു ജിതേഷ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിയോഗവാർത്ത അറിഞ്ഞതോടെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആശുപത്രിയിലേക്കെത്തി. 2004 മുതൽ 2014 വരെ തുടർച്ചയായി 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. വിദേശകാര്യമന്ത്രി, ധനകാര്യമന്ത്രി, റിസർവ് ബാങ്ക് ഗവർണർ, രാജ്യസഭാ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനേക്കാൾ സാമ്പത്തിക വിദഗ്ധനായാണ് മൻമോഹൻ സിംഗിനെ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനുമായി പരിഷ്കരിച്ചത് മൻമോഹൻ സിംഗാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ.
തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3234 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MTക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് അക്ഷര കേരളം. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. MTയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് 1000. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷം അലങ്കോലപ്പെടുത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം. പാലയൂർ ഫൊറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രിസ്മസ് ആഘോഷം തടഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് മുൻ MP കെ മുരളീധരൻ. കൊടകര വട്ടേക്കാട് വീട് കയറിയുള്ള ആക്രമണത്തിൽ 2 പേർ കുത്തേറ്റ് മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന് കാരണം മുൻവൈരാഗ്യം. ചെറുതുരുത്തിയിൽ നിലമ്പൂർ സ്വദേശി സൈനുൽ ആബിദിനെ കൊലപ്പെടുത്തിയത് ക്രൂരമായി മർദ്ദിച്ചു. കുന്നംകുളത്ത് വീട്ടിൽ വൻ കവർച്ച. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30 പവൻ സ്വർണം കവർന്നു. മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീടിന്റെ വാതിൽ പൊളിച്ചു. പാലപ്പിള്ളിയിൽ തോട്ടത്തിൽ വീണ്ടും പുലിയിറങ്ങി. ടാപ്പിംഗിനെത്തിയ തൊഴിലാളികൾ പുലിയെ കണ്ട് ഭയന്നോടി. പറമ്പുകുളം പ്ലാന്റേഷനിൽ കാട്ടാനയാക്രമണത്തിൽ വാണിയമ്പാറ സ്വദേശി മരിച്ചു. തൃശൂർ അതിരൂപതയും പൌരാവലിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കരോൾ ഘോഷയാത്ര ബോൺ നത്താലെ നഗരത്തിൽ വെള്ളിയാഴ്ച നടക്കും. 15,000-ഓളം പാപ്പമാർ നഗരം കീഴടക്കും. ബോൺ നത്താലെ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.